നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ദൈവം എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞു തരാനുള്ള വലിയ കഴിവ് വളരെ ആദരപൂർവ്വം പ്രിയപ്പെട്ട അരിസ് സാറെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പ്ലീസ് സാർ. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ചേരൂർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ സന്തോഷം. ഇന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ചെയ്യണമെന്ന് നമ്മളെ കഴിഞ്ഞ DC എബോ ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ എന്നെ ഏൽപ്പിച്ചതാണ് ചേരൂർ സാർ. നേരത്തെ ഏൽപ്പിച്ചു. അപ്പോ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ കമ്പനി നമുക്ക് എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടേയിരിക്കുക. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് 4 പ്രൊഡക്റ്റ് തന്നു. പിന്നീട് സാധാരണഗതിക്ക് അടുത്ത വർഷമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 4 പ്രൊഡക്റ്റൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ പിന്നെ അടുത്ത ഒരു വർഷത്തിനാണ് നമ്മൾ അടുത്ത ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇതേ വർഷത്തിന് തന്നെ അതിന്റെ സെക്കൻഡ് ക്വാർട്ടർ തുടങ്ങിയിട്ടില്ല, അപ്പോൾ തന്നെ നമുക്ക് അടുത്ത 4 പ്രൊഡക്റ്റ് പിന്നെയും തന്നു. ഇനിയും തന്നുകൊണ്ടേയിരിക്കാൻ പോവുക. അപ്പോ അതിൽ തന്ന പ്രൊഡക്റ്റുകൾ സത്യം പറഞ്ഞ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കമ്പനി നേരത്തെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങളും. അപ്പോ അങ്ങനെ മനസ്സിലാക്കി നമുക്ക് തരുന്ന പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് അറിയാം ഇതിനകത്ത് എല്ലാ കാറ്റഗറി ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് പേര് നൽകിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്തിനാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പേര് കൊണ്ടെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആ പേര് കൊണ്ട് മനസ്സിലാകാത്ത ആളുകൾക്ക്, ചിലപ്പോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ പലരും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോ ചിത്രം കണ്ടാൽ മനസ്സിലാകുന്ന ലെവലിലേക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നത് ഫുൾ ആൻഡ് ഈസി. അതിന്റെ തൊട്ട വലത് വശത്ത് നല്ലൊരു ക്ലോസറ്റിന്റെ ചിത്രവും കണ്ടാ അറിയാ ഇത് എന്തിനുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഈ ഒരു പ്രശ്നം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശ മനുഷ്യന്മാർക്കും ഉണ്ട്. എങ്കിലും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സെക്സ് തിരിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പുരുഷനും സ്ത്രീക്കുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറമെ കാണുന്ന വ്യത്യാസം മാത്രമല്ല. പുറമെ കാണുന്ന വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. സ്ത്രീയും പുരുഷനും രണ്ടും 2 ഘടകം. പക്ഷെ ആന്തരിക അവയവങ്ങളിലും അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോമൺ ആയിട്ടുള്ള ഓർഗൻസിന് പോലും വ്യത്യാസങ്ങളുണ്ട്. ലൈംഗിക അവയവത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, കോമൺ ആയിട്ടുള്ള അവയവങ്ങൾ, ലിവർ ആയാലും കിഡ്നി ആയാലും പാൻക്രിയാസ് ആയാലും പ്രവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അവരെ കുറച്ചൊരു മന്ദഗതിയില്ല, അത്ര ഫാസ്റ്റ് അല്ല. പുരുഷനെ അപേക്ഷിച്ചിട്ട് അത്ര ഫാസ്റ്റ് അല്ല. നമ്മളെ മസിൽ സ്ട്രെങ്ത് നോക്കിയാൽ മതി. പുരുഷന്റെ മസിൽ സ്ട്രെങ്ത് സ്ത്രീകൾക്ക് ആർജിച്ചെടുക്കാനൊക്കെ പറ്റൂല എന്ന് പറയുന്നില്ല, കോമൺ. സ്വാഭാവികമായി പുരുഷന്റെ ശാരീരിക സ്ട്രെങ്ത് ഒരിക്കലും സ്ത്രീക്ക് ഉണ്ടാവില്ല. അതേപോലെ ഇവരുടെ ദഹന പ്രക്രിയക്കുള്ള ഒരു പ്രത്യേകത, ഒരു പുരുഷന് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ, ഒരു പുരുഷനെ സംബന്ധിച്ചോളം 3/4 മണിക്കൂർ കൊണ്ട് ദഹിക്കുന്ന സാധനമാണെങ്കിൽ സ്ത്രീക്ക് അത് 1 മണിക്കൂർ വേണം. അതായത് 4-ൽ 3 സമയം നമുക്കും 4-ൽ 4 സമയം സ്ത്രീക്കും എന്ന് പറയാം. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം 33 മണിക്കൂർ കൊണ്ട്
ദഹിക്കുന്ന ഒരു സാധനം സ്ത്രീക്ക് 47 മണിക്കൂർ വേണമെന്ന കണക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ദഹന പ്രക്രിയ ക്ലിയറായി ബോൾ മൂവ്മെന്റ് ഒക്കെ പെർഫെക്റ്റ് ആയി പുറത്തേക്ക് വരുന്ന സമയത്ത് പുരുഷനെ അപേക്ഷിച്ച് കുറച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് എൻ്റെ പരിചയത്തിൽ തന്നെയുള്ള ഇഷ്ടം പോലെ ലേഡീസ് അവർ കോൺസ്റ്റിപ്പേഷനെ പറ്റി പറയാറില്ല പൊതുവെ, എങ്കിലും ചിലതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവത്തിലൊക്കെ ഉള്ളത് അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ നമ്മളോട് പറയും, ഇതാണ് പ്രശ്നം. മലബന്ധം എന്ന് പറയുന്ന ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും ആയുർവേദ വിധി പ്രകാരം പറയുന്നത് നല്ല ശോധനയില്ലാത്ത ആളുകൾക്ക് അസുഖങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലാണ്. ശാരീരിക ക്ഷമതയിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃത്യമായി ദഹന പ്രക്രിയ നടക്കാത്തതാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ ദഹനത്തിനെ സഹായിക്കുന്ന നല്ല കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഫൈബറാണ്. ശരീരത്തിൽ നല്ല ഫൈബർ റിച്ച് ആയിട്ട് സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള, സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരുന്ന നാര്, രക്തത്തിലും ഒക്കെ അലിഞ്ഞു ചേരുന്ന തരം നാര്. ആ നാര് ആമാശയത്തിലും കുടലിലും ഒക്കെയുള്ള ദഹനത്തിന് മാത്രമല്ല, കോശത്തിലുള്ള ജ്വലനത്തിനും, കോശങ്ങളിൽ നിന്ന് ശരീരത്തിലെ പോഷകങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനും വളരെ പ്രധാനമാണ്. ആ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് യഥാർത്ഥത്തിൽ ഇതിന് അനിവാര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്കിതിന് വേണ്ടത്. അതിന് പൊതുവെ നമ്മൾ പറയുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ആയുർവേദത്തിലുള്ള ഒരു കണ്ടന്റ് ത്രിഫലയാണ്. നമുക്കറിയാം, ത്രിഫല എന്ന് പറയുന്നത് കടുക്ക, നെല്ലിക്ക, താനിക്ക. നമുക്ക് ത്രിഫല ചൂർണത്തിനെ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ഇമ്മ്യൂണോ 3+ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ആയിക്കൊള്ളുന്നില്ല. എന്നാൽ ത്രിഫല അത്യാവശ്യ ഘടകമാണ് താനും. അതുകൊണ്ട് തന്നെ നമ്മളെ ഫുൾ ആൻഡ് ഈസിയിൽ ചേർത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ത്രിഫല എക്സ്ട്രാക്റ്റ് ആണ്, ത്രിഫലയുടെ സത്ത്. അത് കൂടാതെ ത്രിഫലയിൽ അടങ്ങിയിട്ടുള്ള മറ്റ് കണ്ടന്റുകൾ പിന്നെയും ആഡ് ആയിട്ടുണ്ട്. എങ്കിലും ത്രിഫല എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പാക്കറ്റ് പൊളിച്ചു നോക്കിയ ആളുകൾക്ക് അറിയാം, 10 എണ്ണമാണ് ഫുൾ ആൻഡ് ഈസിയിലുള്ളത്. പൗഡർ രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത്. 6.25 ഗ്രാമുള്ള 10 സാഷെ അതിനകത്തുണ്ട്. അത് അലോപ്പതി മെഡിസിൻസ് ഒക്കെ റെഫർ ചെയ്യുന്ന ഡോക്ടർമാർ എഴുതുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 101 എന്നൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ടാവും. ഇനി 4 നേരം കഴിക്കണ്ടാണെങ്കിൽ 0101 എന്നൊക്കെ ഉണ്ടാവും. അതായത് 11 മണിക്ക് കഴിക്കണം, പിന്നെ സന്ധ്യക്ക് കഴിക്കണം എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷനാണ്. അത് നമുക്ക് മനസ്സിലാവില്ല, അത് മെഡിക്കൽ റെപ്പുമാർക്ക് മനസ്സിലാവും. ഒരു മെഡിസിൻ എഴുതുന്ന സമയത്ത് വലത് ഭാഗത്ത് ഡോക്ടർ എഴുതി വെക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കേണ്ട രീതി ആദ്യം പറഞ്ഞേക്കാം. നമ്മളത് 0010 എന്ന് പറഞ്ഞാൽ പറയാം. അതായത് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി. 0010 അവസാനത്തെ 0 രാത്രിയാണ്. അതിന് തൊട്ട മുമ്പുള്ള 1 വൈകുന്നേരമാണ്. അതിന്റെ തൊട്ട മുമ്പുള്ള 0 ഉച്ചക്ക്. അപ്പോൾ 0010 എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ കഴിക്കണ്ട, ഉച്ചക്ക് കഴിക്കണ്ട, വൈകുന്നേരം 1 കഴിക്കണം, രാത്രി കഴിക്കണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിലായി, ഇത് കഴിക്കേണ്ട രീതി വൈകുന്നേരം, രാത്രിയല്ല, ഉച്ചക്കുമല്ല, വൈകുന്നേരങ്ങളിലാണ് ഇത് കഴിക്കേണ്ടത്. കഴിക്കേണ്ടത് എങ്ങനെയാന്ന് പറയാം. ഞാൻ പറഞ്ഞ 6.25 ഗ്രാമുള്ള ഈ സാഷെ തിളപ്പിച്ചാറിയ വെള്ളമോ ഇനി പച്ചവെള്ളമോ അതൊക്കെ നിങ്ങളെ സൗകര്യം, ഓരോരുത്തർ കഴിക്കുന്ന ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് വെള്ളം ഉപയോഗിക്കാം. ആ വെള്ളത്തിലേക്ക് ഇതിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ആ സ്പോട്ട് കഴിക്കണത്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്പോട്ട് കഴിക്കണം എന്ന് പറയാൻ കാരണം, പൊതുവെ നമ്മള് കന്നുകാലികളൊക്കെ വളർത്തുന്ന വീട്ടില് തവിടൊക്കെ കലക്കി വെച്ചാൽ കാണാം, അത് കുറച്ച് കഴിയുന്ന സമയത്ത്, കലക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കലകിയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഒരു കട്ടിയായിട്ട് ഉണ്ടാവും. പശു ചിലപ്പം കുടിക്കും, മനുഷ്യന് കുടിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി ഈ സാധനം ഇതിനകത്ത് നല്ല ഹസ്ക്, സെലിനിയം ഹസ്ക് എന്ന് പറയുന്ന തവിടുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ആ തവിട് കുറച്ചുകൂടെ കഴിയുമ്പോൾ കട്ടിയായി വരും. അത് മാത്രമല്ല, നിങ്ങളൊക്കെ നേരത്തെ ലൈം ജ്യൂസ് ഒക്കെ അടിച്ച് കഴിക്കാറിയാം. അടിച്ച ഉടനെ കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നല്ലോണം കഴിക്കാം. കുറച്ച് കഴിയുമ്പോൾ കയ്പ്പ് വരും. ഇതേപോലെ ടേസ്റ്റിൽ മാറ്റം വരും. അങ്ങനെ മാറാതിരിക്കാൻ ഇത് തയ്യാറാക്കിയ ഉടനെ കഴിക്കുക.
അതിന്റെ തൊട്ട മുകളിൽ അതേ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക. ഇതാണ് എൻ്റെ ഉപയോഗക്രമം. അത് ആദ്യം സാധാരണ എനിക്ക് ഞാൻ പറയുന്ന സമയത്ത് പല സമയത്തും എന്നോട് ഉപയോഗക്രമം അവസാനം വെച്ച് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ആദ്യം അങ്ങ് പറഞ്ഞത്. അപ്പോ ഇതിനകത്ത് ത്രിഫല എക്സ്ട്രാക്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി പണ്ട് ഉമർ ഉസ്താദിനൊക്കെ ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. ആ ഫോട്ടോ അയച്ചു കൊടുത്തത്, സാറേ വട്ടച്ചോറിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ നമ്മളെ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, സാറേ നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് ഒന്നുമില്ല, എന്നാൽ നാട്ടിലൊരു ചെടിയുണ്ട് ആനത്തവര, അത് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ അകത്ത് അതിന്റെ പേര് സെന്ന എന്നാ. ഒരുപാട് പേരുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനകത്ത് സെന്ന എന്ന് എഴുതി വെച്ചാൽ കാണാം, ആനത്തവര. ആനത്തവരക്ക് സ്വർണ്ണപത്രി എന്ന് പറയും സംസ്കൃതത്തില്. എന്റെ കളർ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, നല്ല സാധാരണ പച്ച കളറാണ് എനിക്കുള്ളത്. സ്വർണ്ണപത്രി എന്ന് എന്തുകൊണ്ടാണ് പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇല ഉണങ്ങി പൊടിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണത്തിന് തരി പോലെ ഉണ്ടാവും. അതുകൊണ്ട് അതിന് സ്വർണ്ണപത്രി എന്ന് പേര് വരാൻ കാരണം ആ കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇത് എന്തിന് ചേർത്തു എന്ന് വെച്ചാൽ, ഒന്ന്, ഇത് ദഹന പ്രക്രിയ നന്നായി സഹായിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ അത് മാറ്റാൻ സഹായിക്കും. അതായത് ചൊറിച്ചൽ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റാൻ സഹായിക്കും. അതുകൂടാതെ ഇതിന് എന്തെങ്കിലും ആന്തരികമായി അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഗുണം. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ എന്തുണ്ടാവും, നല്ല മലം ഇറുകിയൊക്കെ വരുന്ന സമയത്ത് മലദ്വാരത്തിനടുത്ത് പൊട്ടലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആന്റിസെപ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ, അതായത് നമുക്ക് അണുബാധയെ ചെറുക്കാൻ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഇതിന് ചേർത്തിട്ടുള്ളത്. പക്ഷെ അത് ഒരുപാട് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ. 50 മില്ലിഗ്രാം മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂണോ 3+ അടങ്ങിയിട്ടുള്ള ത്രിഫല 250 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാർട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇസ്ഫാഗുള എന്ന് നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ഫാഗുള ഒരുതരം ചെടിയിൽ ഉണ്ടാകുന്ന, നമ്മളെ നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ചെടിയാണ് ഇസ്ഫാഗുള എന്ന് പറയുന്നത്. അതേപോലെ ധാന്യം ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മുടെ അരിയുടെ മുകളിൽ ഉണ്ടാകുന്ന തവിട് പോലെ ഇതിന്റെ പുറംതൊലിയിലുള്ള ഒരു തവിടാണ് ശരിക്കും ഇസ്ഫാഗുള എന്ന് പറയുന്ന സാധനം. അതിന് കർക്കിടക ശൃംഗിന്നും സ്നിഗ്ധ ജീരകെന്നും അശ്വകർണ എന്നൊക്കെ ഒരുപാട് പേരുകളുണ്ട്. സംസ്കൃതത്തിൽ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇതിനെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, തവിടിന്റെ ഗുണം ആർക്കറിയാം, എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ തവിട് കഴിച്ചാൽ നല്ല ശോധന ഉണ്ടാവും. ഈ തവിടിന്റെ പ്രത്യേകത ദഹനത്തിന് ഏറ്റവും നന്നായി സഹായിക്കുന്നുള്ളതാണ്. ദഹന പ്രക്രിയയെ വളരെ പെർഫെക്റ്റ് ആയി സഹായിക്കുന്ന ഇന്ന് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടന്റ് ആണെന്ത്, ഇസ്ഫാഗുള എന്ന് പറയുന്ന തവിട്. ആ തവിട് ദഹനത്തിനെ സഹായിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ ഉപയോഗിക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എല്ലാ ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാനാവില്ല. ഫാനിട്ടിട്ടും കാര്യമില്ല, AC ഇരുന്ന സമാധാനം, പുറത്തിറങ്ങിയാൽ പിന്നെയും ചൂടാണ്. ശരീരത്തെ തണുപ്പിക്കാൻ ഇത്രയും ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഇല്ല. അത്രയും നല്ല സാധനമാണ് ഈ പറയുന്ന ഇസ്ഫാഗുള എന്ന് പറയുന്ന തവിട്. ഇതിനകത്ത് മൊത്തത്തിലുള്ള അടങ്ങിയ 6.25 ഗ്രാമുള്ള പാക്കറ്റിൽ 2.94 ഗ്രാം ഈ തവിടാ. അപ്പോ ശരിക്ക് തവിട് കലക്കി തരുക കമ്പനി. അതുകൊണ്ടായത് പെട്ടെന്ന് കഴിക്കണം എന്ന് പറഞ്ഞത്. ഇനി ചില ആളുകൾ നമുക്ക് മെൽറ്റ് ഫാറ്റ് കൊടുക്കാറുണ്ട്. എന്തിനാ കൊടുക്കുന്നത്? മെൽറ്റ് ഫാറ്റ് ആ സാധനം ഉപയോഗിക്കുന്നത് തടി കുറക്കാനെന്ന് ആഗ്രഹിച്ചിട്ടാണ്. തടി കുറക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇസ്ഫാഗുള എന്ന് പറഞ്ഞ ഈ തവിട്. നമ്മൾ അതിനകത്ത് ഉണ്ട് കേട്ടോ, എങ്കിലും ഇതിന്റെ ഒരു ഗുണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികം നല്ല ശോധന കിട്ടുന്നതോടൊപ്പം തടി കുറക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ത്, ഈ പറയുന്ന ഇസ്ഫാഗുള എന്ന് പറയുന്ന ഈ കണ്ടന്റ്. ഇനി ഇതിനകത്ത് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ
അമൽത്താസ്, നെല്ലിക്ക. നെല്ലിക്ക ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകം. കടുക്ക നെല്ലിക്ക താനിക്ക ഞാൻ പറഞ്ഞു, എങ്കിലും ഇതിനകത്ത് നെല്ലിക്ക അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അഡീഷണൽ ആയി ചേർത്തത് കൊണ്ട് തന്നെ അതും നല്ല അളവ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 187.5 മില്ലിഗ്രാം. ഞാൻ അതിനകത്ത് നമ്മളെ ഈ പാക്കറ്റിനോട് വന്നത് ഞാൻ അങ്ങനെ തന്നെ ഒന്നുകൂടെ എഴുതി വെച്ച് പറഞ്ഞേ ഉള്ളൂ. 187.5 മില്ലിഗ്രാം ഇതിനകത്തുണ്ട്. ഗ്രാമിന്റെ എത്രയോ കുറവാകട്ടെ മില്ലിഗ്രാം. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ത്രിവൃത് എന്ന് പറയും, അല്ലെങ്കിൽ ത്രികോൽ പൊക്കെണ്ണ എന്ന് പറയും. അങ്ങനെയൊക്കെ അതിന്റെ പേര്. എന്തോ ഒരു വല്ലാത്ത പേരാ. ത്രിവൃതൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ത്രികോൽ പൊക്കെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാ. ആ ഒരു ഘടകം നമ്മൾ ഇതിനകത്ത് നിഷോത്ത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നിഷോത്ത്. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, മലബന്ധം കുറക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് ഒരു ശുദ്ധീകരണ പ്രക്രിയ ശരിക്കും നടത്തുന്നത്. നിഷോത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ശുദ്ധീകരണം. ഒരു ശുദ്ധീകലശം എന്നൊക്കെ പറയും പോലെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സാധനം. അതുകൊണ്ട് തന്നെ മലവിസർജനം നന്നായി വർദ്ധിപ്പിക്കും. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മലം പുറത്തേക്ക് പോകാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ കമ്പനി ഈ നിഷോത്തിന്റെ ഗുണമാണ് കമ്പനി എടുത്തു വെച്ചത് അതിനുള്ളത്. നിഷോത്ത് എന്ന് പറയുന്ന ഈ ഘടകത്തിന്റെ ഗുണമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പേരായിട്ട് ഇട്ട് കൊടുത്തത്. ഫുൾ ആൻഡ് ഈസി ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചല്ല, ചിത്രം കാണിച്ചതാ. ഫുൾ ആൻഡ് ഈസി ടോയ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇതിന്റെ ശുദ്ധീകരണ സ്വഭാവം കൊണ്ട് തന്നെ ഇത് മറ്റു ഗുണം എന്ന് പറഞ്ഞാൽ, പൈൽസ് ഉണ്ടാകുന്ന ആളുകൾക്ക് മലദ്വാരത്തിൽ ചൊറിച്ചിലുണ്ടാവും, നീർക്കെട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. അത് ഇതിന്റെ മറ്റൊരു ഗുണം, നമുക്ക് നന്നായി വേർപ്പുണ്ടാക്കാൻ സഹായിക്കും. വേർപ്പുണ്ടാക്കാനും മൂത്രം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. സ്വാഭാവികമായും ശരീരത്തിൽ നിന്ന് നന്നായിട്ട് വെള്ളത്തിനെ മാലിന്യങ്ങളോടൊപ്പം തന്നെ പുറന്തള്ളാൻ നന്നായി സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഇത് നല്ല ഗുണം നമുക്ക് ചെയ്യും. അതേപോലെ തന്നെ അധികമായിട്ടുള്ള കൊഴുപ്പ്, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. അതേപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഇത് മലബന്ധത്തിന് മാത്രമൊന്നുമല്ല. ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, അതായത് നമ്മൾ ആസ്മ, വലിവൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ ആയുശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും കൂടെ കൊടുത്താൽ ഒരു ഗുണം കിട്ടും. കാരണം ഇതിന് ചുമ, ബ്രോങ്കൈറ്റിസ് ഒക്കെ നിയന്ത്രിക്കാൻ, അതേപോലെ തന്നെ ആസ്മ, അതുപോലെ തന്നെ ഒരുപാട് കഫക്കെട്ട്. ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ കഫക്കെട്ട് എപ്പോൾ നോക്കിയാലും ചുമ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കഫം ഇങ്ങനെ ചുമച്ച് തുപ്പിക്കൊണ്ട് നിൽക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഗുണം കിട്ടും. അതിനും കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്കിവിടെ ഉപയോഗിക്കുന്ന എന്തിനാ? നമുക്കിവിടെ ഉപയോഗിക്കുന്ന നന്നായിട്ട് ശോധന കിട്ടാൻ വേണ്ടിയാ. എന്നാൽ ഈ ഒരു കണ്ടന്റിന്റെ ഗുണം ഞാൻ പറഞ്ഞത്, ഇത് നന്നായിട്ട് നല്ല കഫക്കെട്ടിനെ ഇല്ലാതാക്കാനും ശ്വാസ തടസ്സം ഇല്ലാതാക്കാനും ശ്വസന പ്രക്രിയ പെർഫെക്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണെന്ത് ഈ നിഷോത്ത്, അല്ലെങ്കിൽ അഥവാ ത്രിവൃത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഗുണം. ഇനി എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സാറേ നമുക്ക് വിരശല്യത്തിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ, കൃമിശല്യത്തിനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? ഇത് നന്നായി അവിടുന്ന് ബോൾ മൂവ്മെന്റിന് കൂടെ തന്നെ നന്നായി ഒഴുകി പോരുന്നതുകൊണ്ട് തന്നെ, അത് തള്ളി പോരുന്നതുകൊണ്ട് തന്നെ മലം അല്പം പോലും അവിടെ കുടലിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ കൃമിശല്യത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഇനി ഇത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേറൊരു ഗുണം ഇതിനുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട്, സാറേ സന്ധിവേദനക്ക് ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു, സന്ധിവേദന, നീർക്കെട്ട്, മുട്ടുവേദന ഒക്കെ പറയുന്ന സാധനം, ഇവർക്ക് ഞാൻ നമ്മളെ നോവേന ക്യാപ്സൂൾ കൊടുത്ത് നോക്കി, അത് നോക്കി, ഇതൊക്കെ വലിയ ആശ്വാസം ഇല്ല, എന്നിട്ടും കുറച്ച് ബാക്കിയാണ്. ആമവാദമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം, അതായത് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഏറ്റവും ഗുണകരമായ ഒരു കണ്ടന്റ് ആണെന്ന് ഈ പറയുന്ന നിഷോത്ത് അഥവാ ത്രിവൃത്.
പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തോന്നിയ പോലെ കഴിക്കാനുള്ളതല്ല. കാരണം നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്. അതേപോലെ ഇത് കൂടുതൽ കഴിക്കാനുള്ളതല്ല. ശുപാർശ ചെയ്യുന്ന അളവ്, അതായത് കമ്പനി ശുപാർശ ചെയ്യുന്ന ഒരു അളവുണ്ട്, അത് ഒരു ദിവസം 1. എന്നാ പിന്നെ എനിക്ക് വല്ലാതെ മലം കൂടി ഞാൻ ആഴ്ചക്ക് ഒരു ദിവസം പോക്ക് 2 കഴിച്ചേക്കാം. അങ്ങനെ കഴിക്കണ്ട. അങ്ങനെ കഴിച്ചാൽ കുറെ ബുദ്ധിമുട്ടുകൾക്ക് ഇതിനുണ്ട്. കാരണം ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന ഒരു സാധനം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഏത് സിനിമയിലൊക്കെ കാണലുണ്ട്, ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ വിമ്മ് കലക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ വിമ്മ് കലക്കി കഴിച്ച സ്ഥിതി എന്താ? ഇളകി പറഞ്ഞു പോക്ക് തന്നെയാ. നമ്മളെ അറബിക്കടലറി വരുന്നേന്ന് പറഞ്ഞില്ലേ, ആ കണ്ടീഷൻ ഉണ്ടാവും. അത് വേണ്ട, നല്ലതല്ല. അത് ഇതിന്റെ ശുദ്ധീകരണ സ്വഭാവം ഉള്ളതുകൊണ്ട് വയറിളക്കത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് കഴിച്ചാൽ മതി. അതേപോലെ ചെറിയ കുട്ടികൾക്കും ഇത് നല്ലതല്ല. 12 വയസ്സായുള്ള കുട്ടികൾക്ക് നിസോത്ത് അല്ലെങ്കിൽ ഈ ത്രിവൃത് നല്ലതല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഇത് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് പാക്കറ്റ് 10 എണ്ണം ഉണ്ട്, 10 എണ്ണം അടുപ്പിച്ചൊന്നും കൊടുക്കണ്ട. 1 or 2 കൊടുത്ത് അത് മതി. മുതിർന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും ബെറ്റർ, 12 വയസ്സിന് മുകളിലോട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഉപയോഗിക്കേണ്ട രീതി പറയുന്നതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ട കാര്യം, ഇപ്പോ പൈൽസിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പൈൽസിനും കൂടെ ഗുണം ചെയ്യുന്ന സാധനമാണ് കേട്ടത്. പൈൽസിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. സാധാരണ ഇതിക്ക് ചെറുങ്ങനെ തള്ളിയൊക്കെ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നാൽ അതേ സമയത്ത് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് രക്തസ്രാവമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലദ്വാരത്തിനൊക്കെ രക്തം കിനിയ പൊട്ടി രക്തമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സാധനം തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് പൈൽസ് CCയും അതിന്റെ ഓയിൽമെന്റും കൊടുക്കലായിരിക്കും നന്നാകുക. അത് ഇവർക്ക് നല്ലതല്ല. ഇത് മലബന്ധമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക് കൊടുക്കാം. ഇത് കൊടുക്കാൻ പാടില്ലാത്തത്, 1 ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ല. എന്നാൽ ഗർഭിണികൾക്ക് വയറ് ക്ലിയർ ആകാൻ കൊടുക്കണ്ട. മുലയൂട്ടുന്ന അമ്മമാർക്ക് അതും കൊടുക്കണ്ട. ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നത് 95 മുലയൂട്ടുന്ന സമയത്ത് നിസോത്ത് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. നിസോത്തിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഇൻഫർമേഷനാണ് നിസോത്ത് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനാണ്. അതായത് ഈ ത്രിവൃത് എന്ന് പറയുന്ന സാധനം ഈ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഗർഭകാലത്തും മുലയൂട്ടുന്ന അമ്മമാരും 12 വയസ്സായുള്ള കുട്ടികളും നിസോത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ത്രിവൃതിന്റെ ഉപയോഗം കുറക്കണമെന്നാണ് ഈ മേഖലയിൽ അറിവുള്ള ആളുകൾ പറയുന്നത്. കാരണം അതിന്റെ ഒരു ശുദ്ധീകരണ സ്വഭാവം, നമുക്ക് പൊതുവെ ചില കാര്യങ്ങളൊക്കെ പറയും. പുരുഷന്മാരെ സംബന്ധിച്ചോളം ബീജത്തിന്റെ അളവ് കുറവുള്ള ആളുകൾ ഇന്ന് ഭക്ഷണം കുറക്കണം എന്ന് പറയും. അവരോട് പറയും പപ്പായ നല്ല സാധന, പക്ഷെ നിങ്ങൾ കഴിക്കരുതെന്ന് പറയും. കാരണം അണുക്കളെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. നമ്മളെ ബീജവും ഒരു അണുവാണല്ലോ, അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത്. അല്ലാണ്ട് പപ്പായ മോശമായിട്ടല്ല. ആ പപ്പായ പഴുത്ത അത്ര പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. പപ്പായയുടെ നീരുണ്ടല്ലോ, എന്താ പറയാ, ആ കറ, അത് അണുനാശിനിയാ. ആ സാധനമാണ് നമ്മളെ പല മുറിവ് ഉണങ്ങാനൊക്കെ ഉള്ള ഓയിൽമെന്റുകളിലൊക്കെ അലോപ്പതിയിൽ പോലും ഉപയോഗിക്കുന്നത്. പപ്പായയുടെ ഏറ്റവും നമ്മളെ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പായ കൃഷി കുറേ ഉണ്ടാവും. അവിടെ പപ്പായ അവർ വെക്കൂല. അവിടെ പപ്പായയുടെ ഈ കറ എടുക്കാൻ വേണ്ടി കമ്പനികൾ വരും, മെഡിസിൻ കമ്പനികൾ. പപ്പായക്ക് ഓരോ കീറ് വെച്ച് കൊടുക്കും. അതിന്റെ അടിയിൽ നമ്മൾ റബ്ബർ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ഒരു ചെറിയ കപ്പ് വെച്ച് കൊടുക്കും. അതിനകത്ത് മൊത്തം ഒഴുകി വിറ്റും. ആ സാധനം എടുത്ത് അവർ പോകും. അതിന് നല്ല വിലയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരോട് പറയാറുണ്ട്? പുരുഷന്മാരോട് പറയാറുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം വരും എന്ന് വിചാരിച്ചിട്ടല്ല. അണുക്കൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി വളരെ മൈന്യൂട്ടായിട്ടുള്ള അണുക്കളാണ് ബീജം എന്ന് പറയുന്ന സാധനം. ആ അണുക്കൾ നശിച്ചു പോലെ എന്നുള്ള കൊണ്ടാണ് അത് പറയുന്നത്. അതേപോലെ ഈ പറയുന്ന ത്രിവൃത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭ്രൂണത്തിന് നാശം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കാം ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
പ്രഗ്നൻസി പീരീഡിൽ ആളുകൾ കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രഗ്നൻസി പീരീഡിന്റെ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ഉപയോഗിക്കാതിരിക്കൽ തന്നെ നല്ലത്. ഇനി അഥവാ മലബന്ധം ഉണ്ടെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറഞ്ഞു ഈ പറയുന്ന നിസോത്തും ഈ പറയുന്ന അമൽത്താസും ആനത്തവരയും ഇതുവരെ ഞാൻ ഇത്രയും കാലം വിചാരിച്ചൊരു കാര്യമാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനം എനിക്ക് നേരത്തെ അറിയുന്ന ഒരു സാധനമാണ് ഈ ആനത്തവര എന്ന് പറയുന്ന സാധനം. ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ആനത്തവരെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം മാറി, സമാധാനമായി. അതും നമ്മളെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോ ഫുൾ ആൻഡ് ഈസി എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഈസി ടോയ്ലറ്റ് തന്നെയാണ്. ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒരു 10 എണ്ണാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. 10 സാഷയാണ് വരുന്നത്. സാധാരണഗതിക്ക് ഇത് 3 മാസം കഴിക്കണം 6 മാസം കഴിക്കണം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ല. ഒരു 10 എണ്ണം മതിയാവും. 10 എണ്ണം കൊണ്ട് ഒരു വിചാരിച്ച അത്ര കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 10ഉം കൂടെ നോക്കാം. അതിനപ്പുറത്തേക്ക് നോക്കണ്ട. ഇതാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ശോധന ക്ലിയറായ അസുഖങ്ങളൊക്കെ കുറയും, സത്യ. എന്നാലും ഇന്ന് പല ആളുകളുടെയും മറ്റൊരു ബുദ്ധിമുട്ട് ശാരീരിക ക്ഷമത കുറയുക. ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പറയുക ആരാന്ന് വെച്ചാൽ ഷുഗർ പേഷ്യന്റാ. ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചോളം ഈ സാധനം അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ അടുത്ത് പറയാൻ പോകുന്ന ഈ പ്രൊഡക്റ്റ് നെർവ് എനർജി വലിയ ഗുണം ചെയ്യും. ഷുഗർ പേഷ്യന്റിനുള്ള പ്രൊഡക്റ്റ് അല്ല കേട്ടത്. ഇനി അങ്ങനെ വിചാരിക്കണ്ട. അവർക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റ് ഒന്നും അല്ല. ഒരു പ്രശ്നമില്ലാത്ത നമുക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. നെർവ് എനർജി എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോ കണ്ണിലേക്ക് ഒരു വസ്തു വരുന്ന സമയത്ത് കൈ ഒരൊറ്റ കൊണ്ടുവരുന്നത് കണ്ണിലേക്ക്, കണ്ണ് അന്നേരം സ്പോട്ടിൽ അടയും. കണ്ണിനുള്ളിലും സെൻസർ ഉണ്ട്. ആ സെൻസർ എന്ന് പറഞ്ഞാൽ നാഡീ ഞരമ്പുകളുടെ അവസാന പാർട്ടായിട്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടാണ്. നമ്മൾ നാഡീ ഞരമ്പ് എന്ന് പറഞ്ഞ ഒരു വയറിങ്ങാ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ട്രക്ചർ തന്നെ പറയാ. നമ്മളെ ബോൺസ് കഴിഞ്ഞ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും പിടിച്ചു നിർത്തുന്ന ഒരു ബൈൻഡിങ് ഏജന്റും കൂടെയാണ് ആര് ഈ പറയുന്ന നാഡീ ഞരമ്പുകൾ. അത് മൊത്തം വലിച്ചു കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ആ കെട്ടല് മാത്രമല്ല അതിന്റെ ധർമ്മം, വിവേചനം, അതായത് തിരിച്ചറിയാൽ. തലച്ചോറിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന ഒക്കെ ഇതിൽ കൂടെയാണ്, ഈ വയറിംഗ് കൂടെയാണ്. അത് ഇതിന്റെ വണ്ണവും വലിപ്പവും കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഞാൻ സാധാരണ നമ്മൾ വീട്ടുകളിൽ ഇലക്ട്രിസിറ്റി വയറിങ്ങിനെ പറ്റിയാ പറയാം. അങ്ങനെ വരുന്നത് ട്രാൻസ്ഫോർമറിലേക്ക് വലിയ ലൈൻ വരും. അതിന്റെ മുകളിലുള്ളത് നമ്മൾ മലപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് മുകളിലെ കൂടെ വലിയ ലൈന് പോകുന്നതാണ്. അത് ചെറുതായി നമ്മളെ നാട്ടിലേക്കുള്ള രണ്ട് കമ്പി വരുന്ന ട്രാൻസ്ഫോർമറിൽ ഇങ്ങോട്ട് വരുന്ന 2 കമ്പി വരുന്നതും അവിടുന്ന് ഇങ്ങോട്ടൊരു കേബിളിൽ കൂടെ ലൈന് വരുന്നതും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിന്റെ വയറിംഗ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ആ വയറിംഗ് കഴിഞ്ഞ് അഥവാ അവസാനം സ്വിച്ച് ഇട്ടാ കത്തും, നമ്മൾ അത്രേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അതിലും ചെറിയ പാർട്ടിൽ കൂടെ അല്ലെ അതിലും ചെറിയ ലൈനിൽ കൂടെ കറണ്ട് സഞ്ചരിക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ നമ്മളെ മൊബൈലിലേക്ക് ചാർജ് ചെയ്തു. ആ മൊബൈലിൽ നിന്ന് അതിന്റെ IC ചിപ്പ് കൂടെ ഒക്കെ പോകുന്നു. അപ്പൊ നമുക്ക് കാണാൻ പോലും പറ്റാത്ത അളവിലേക്ക് ചെറുതായി വന്നു ആ ലൈന്. ഇതേപോലെ തലച്ചോറിൽ നിന്ന് അങ്ങോട്ട് പോവുക സ്പൈനൽ കോഡ് വഴി. അതാ സ്പൈനൽ കോഡ് അതിന്റെ മെയിൻ വയർ. ഓരോ പാർട്ട് എത്തുന്ന സമയത്തും ഡിവൈഡ് ചെയ്ത് പോവുക. നെർവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെർവ് ഡാമേജ് ആയാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സാധനം. നെർവിന്റെ സെല്ലുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡാമേജ് ആകാതെ നോക്കാനേ പറ്റുള്ളൂ. നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് വെച്ചാൽ പാർക്കിൻസൺസ്. ഡോപ്പാമൈന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന, ഡോപ്പാമൈന്റെ അളവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന, തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം എൻസൈമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ തലച്ചോറ് ഉൾപ്പെടെ ഈ നാഡീവ്യൂഹത്തിന്റെ ഒരു ഭാഗം, അതിനുൾപ്പെടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് അടുത്ത് സംസാരിക്കുന്നത്, നെർവ് എനർജി. അപ്പൊ നമ്മൾ നെർവ് നല്ല എനർജി ആയിട്ട് നിൽക്കാൻ, നല്ല പവർഫുൾ ആയി നിൽക്കാൻ കഴിഞ്ഞ നമുക്ക്
നല്ല ചിന്താശേഷികൾ അതിൻ്റെ കൂടെ വരും. അതായത് പവർഫുൾ മൈൻഡ് അതിൻ്റെ കൂടെ വരും. നാഡീഞരമ്പുകളൊക്കെ ഏകോപിപ്പിച്ച് നിർത്തുന്നത്, ശരീരത്തിന്റെ ബലം വർദ്ധിക്കാൻ സഹായിക്കും. ശരീരബലം പല സ്ഥലത്തും ആവശ്യമുണ്ട്. ആ സ്ഥലത്തൊക്കെ ആവശ്യമായിട്ട് ശരീരത്തിന് ബലം കിട്ടണമെങ്കിൽ നെർവ് പെർഫെക്റ്റ് ആണ്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ടൂകപർണി അതിന്റെ പ്ലാന്റ് മുഴുവനാണുള്ളത്. അതിനകത്ത് ചെടി അങ്ങനെ തന്നെയാണ്. മണ്ടൂകപർണി എന്ന് പറയുന്നത് 500 മില്ലിഗ്രാം അത് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനി കോമൺ ആയിട്ട് പറയാം, ഇത് നല്ല കുറച്ച് ആയുർവേദത്തിലുള്ള ഹെർബുകളുടെയും വൈറ്റമിൻ ബി കോംപ്ലക്സുകളുടെ ഒരു ഏകീകരണം കൂടിയാണിത്. വൈറ്റമിൻ ബി കോംപ്ലക്സുകളും അതേപോലെ തന്നെ ആയുർവേദത്തിലെ കോമ്പിനേഷനും. അപ്പോൾ ആയുർവേദവും വൈറ്റമിൻ കോംപ്ലക്സുകളുടെ ഒരു സംഗമം എന്ന് വേണേൽ പറയാം ഇതിന്. അപ്പോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മണ്ടൂകപർണി ഒരു ഘടകം. രണ്ടാമത്തത് ശംഖുപുഷ്പം, അത് 250 മില്ലിഗ്രാം ഉണ്ട്. ഇതാണ് പ്രധാനമായും അടങ്ങിയിട്ടുള്ള 2 സാധനം, മണ്ടൂകപർണിയും അതേപോലെ തന്നെ ശംഖുപുഷ്പവും. ഇനിയുള്ളത് മുഴുവൻ വൈറ്റമിൻസും മിനറൽസിന്റെയും ഒരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അത് 100 മില്ലിഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ മറ്റതിന്റെ പേരെങ്ങനെയാ പറഞ്ഞു തരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചുരുക്കി പറയുന്നത് PEA എന്നാ പറയാ. പാൽമിട്ടോയിലെന്തോ നോമയിട്ട് എന്നാ പറയണ്ടേ എനിക്ക് അറിഞ്ഞൂടാ. അത്ര ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് വിട്ടുതരാം. ഒരു ഘടകമാണ് PEA എന്ന് ചുരുക്കി പറയും. നമ്മൾ ചില ഫുഡ് സപ്ലിമെന്റിൻ്റെ അകത്തൊക്കെ PEA എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് 100 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ശരീരത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. അതിനകത്ത് വൈറ്റമിൻ B6 എന്ന് പറയുന്ന ഘടകം അത് 0.325 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. അത് പൈറഡോക്സിൻ എന്ന് പറയും. നമ്മൾ അലോപ്പതി മെഡിസിൻ ഒക്കെ എഴുതുന്ന ആളുകൾ വൈറ്റമിൻസിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ എഴുതുന്ന ചില മെഡിസിന്റെ പേര് തന്നെയാണിത്. പൈറഡോക്സിൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കാണാം. പൈറഡോക്സിൻ 5 mg എന്നൊക്കെ പറഞ്ഞ ഗുളികയൊക്കെ എഴുതി തരും. അതൊന്നുമില്ല, വൈറ്റമിൻ B6 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. വൈറ്റമിൻ ബിയുടെ കുറവുണ്ടെങ്കിൽ ഡോക്ടർമാർ എഴുതി തരുന്നത് അവരതിന്റെ ശാസ്ത്രീയ നാമം എഴുതി തരുക. അപ്പൊ വൈറ്റമിൻ B9 അത് 37.5 മൈക്രോഗ്രാം, മില്ലിഗ്രാമിന് താഴെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും 325 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ താഴെയാണ്. 37.5 മൈക്രോഗ്രാം ആണ്, മില്ലിഗ്രാം അല്ല. 1000 മൈക്രോഗ്രാം ചേരുന്ന സമയത്തെ 1 മില്ലിഗ്രാം ആവുള്ളൂ. അപ്പൊ അത്രയും ചെറിയ അളവിൽ നമ്മൾ അതിന് നല്ല ഭാഷയെ പറയും ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമ്മൾ പൊതുവെ പറയും അയൺ, ഫോളിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണം നമ്മളെ ന്യൂട്രലൈഫ് നമ്മൾ പറയാറുണ്ട്. ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ചെറിയ കുട്ടികൾക്കും ഗർഭിണികളായ അമ്മമാർക്കും നല്ലതാണെന്ന് പറയാറുണ്ട്. കാരണം എന്താ? നാഡീ ഞരമ്പുകളുടെ വ്യവസ്ഥ പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് കുട്ടി വരാൻ വേണ്ടിയാണ്. അതായത് മന്ദബുദ്ധി ആയി പോകരുത്, കൈകാല തളർന്ന കുട്ടി ആയി പോകരുത്. അതിനുവേണ്ടിയിട്ട് ഫോളിക് ആസിഡ് ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നത്. അത് വൈറ്റമിൻ B9 ഇതാണ് ഫോളിക് ആസിഡ്. ആ ഫോളിക് ആസിഡ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്തിനാ ഇത്? നെർവിനെ പെർഫെക്റ്റ് ആക്കി നിർത്താൻ. അതുപോലെ വൈറ്റമിൻ B12 അത് 0.35 മൈക്രോഗ്രാം ആണ്. മീത്തൈൽ കോബാൽമിൻ എന്ന് പറയുന്ന ഒരു ഘടകം, മീത്തൈൽ കോബാൽമിൻ എന്നാണ് പറയുക. അതും ചിലപ്പോൾ നിങ്ങൾ അലോപ്പതി മെഡിസിൻ്റെ അകത്ത് ഡോക്ടർമാർ മെഡിസിന്റെ കാറ്റഗറിയിലല്ല വരുന്നത്, വൈറ്റമിൻ കോംപ്ലക്സ് ആണ്. ആ പേര് എഴുതി വെച്ച് നിങ്ങൾ ചിലപ്പം ഗുളികയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് കുറച്ച് ഏജന്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന സമയത്ത് മനസ്സിലാവും. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ INS 460, INS 553, III 3 എന്നുള്ള ചുരുക്കിയിട്ട് ഇതിനെ ചുരുക്കി പറയാം മഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ്. മഗ്നീഷ്യം സിലിക്കേറ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം സ്റ്റിറേറ്റ് എന്ന് പറയുന്ന അടങ്ങിയിട്ടുണ്ട്.
ഇങ്ങനെ കുറെ ഘടകങ്ങൾ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എല്ലാം കൂടെ അലോപ്പതി മെഡിസിന്റെ കാറ്റഗറിയിൽ പോയോന്ന്. അലോപ്പതി മെഡിസിൻ ആയാലും ആയുർവേദ മെഡിസിൻ ആയാലും വൈറ്റമിൻ കോംപ്ലക്സുകൾ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഘടകം. അതൊരിക്കലും മെഡിസിൻ കാറ്റഗറിയിലല്ല വരുന്നത്, വൈറ്റമിൻ കോംപ്ലക്സുകളാണ്. അപ്പൊ ചിലപ്പോൾ ഡോക്ടർമാർ തന്നെ പറയല്ലോ, ഓ ഇത് നിങ്ങൾ ധൈര്യത്തിൽ കഴിച്ചോ, അത് പ്രശ്നമൊന്നുമല്ല, അത് വൈറ്റമിൻസാ, നമുക്കും ധൈര്യ, മെഡിസിൻ അല്ല തന്നത്, വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ സമാധാനം. ആ കൂട്ടത്തിൽ പെടുന്ന സാധനം ഇത്. ഇനി ഇതൊക്കെ എന്തിനാ ചേർത്ത്? ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യം? ഒന്ന്, മാഗ്നീഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് നാഡീ ഞരമ്പുകളിലുള്ള പൊട്ടലിനെ ഒഴിവാക്കാൻ, അത് ആന്റി ക്രാക്കിംഗ് ഏജന്റ് ആണത്, പൊട്ടലുകൾ ഒഴിവാക്കാൻ. ചില ആൾക്ക് കൈ കാലൊക്കെ വല്ലാതെ എന്നറിയാം, വല്ലാതല്ല ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാവും, നമ്മളെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞ് അയഞ്ഞു തൂങ്ങി ആ സമയത്ത് ചിലപ്പം ഈ ഞരമ്പുകളുടെ ചെറിയ പാർട്ടിനൊക്കെ ചിലപ്പോൾ പൊട്ടല് ക്രാക്കിംഗ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആന്റി ക്രാക്കിംഗ് ഏജന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ മാഗ്നീഷ്യം സിലിക്കേറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഘടകം ആന്റി സ്റ്റിക്കിംഗ് ഏജന്റ് ആണ്. ഈ പറയുന്ന പോലെ ക്രാക്ക് പോലെ തന്നെ നന്നായി പവർഫുൾ ആയി നിൽക്കാൻ സഹായിക്കുന്ന, അതിന്റെ പവർ കുറയാതിരിക്കാൻ സഹായിക്കുന്ന, ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന, അത് ഞരമ്പുകളെ മറ്റുള്ള കോശങ്ങളുമായി ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന. ഞരമ്പുകൾ മാത്രം നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആ നാഡീ ഞരമ്പുകളോടൊപ്പം തന്നെ ശരീരത്തിലുള്ള മാംസത്തിനെ അല്ലെങ്കിൽ അസ്ഥിയെ ഒക്കെ ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റാണ് ആന്റി സ്റ്റിക്കിംഗ് ഏജന്റ് ആയിട്ടുള്ള മാഗ്നീഷ്യം സ്റ്റിറേറ്റ് എന്ന് പറയുന്ന ഘടകം. ഇതൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം, എഴുതി വെച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊക്കെ എഴുതി വെച്ച് എവിടെയും കൊണ്ടുപോയി തള്ളാനൊന്നും പോകണ്ട. കാരണം ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. ബെല്ലൻ സാർ എപ്പോഴും പറയാറുണ്ട്, പ്രൊഡക്റ്റിന്റെ എല്ലാ വശവും പഠിച്ചിട്ട് നിങ്ങൾ പോകുന്നതും വേണ്ട, എല്ലാ മർമ്മം അറിഞ്ഞിട്ടൊന്നും അല്ല പോകേണ്ടത്, ഒന്നും അറിയാത്താക്കാൻ നന്നായി ചെയ്യാൻ പറ്റുമോ. പിന്നെ ഏകദേശം ഒരു ധാരണ നമുക്ക് വേണമെന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കോട്ടിംഗ് ഏജന്റ്, ഒരു കവറിങ് ഏജന്റ്, ഒരു സാധനം നല്ല കവർ ചെയ്ത് പോവുക, അല്ലാതെ എന്താ പറയുക, നന്നായി. അതാണ് INS 464 എന്ന് പറഞ്ഞ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, INS 464. ഇനി ഇതിന്റെ ബൈൻഡിങ് ഏജന്റ് INS 1201, കെട്ടിയിടുക. അതായത് കോശങ്ങളെ ചേർത്ത് പിടിച്ച് വലിഞ്ഞു കെട്ടുക, അല്ലെന്ന് പറഞ്ഞാൽ കോശങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാകും, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും പറയാം. സോഡിയം ബെൻസോയേറ്റ്, ഈ പറയുന്ന പ്രൊഡക്റ്റ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. സോഡിയം ബെൻസോയേറ്റ് ഒക്കെ നല്ലതല്ല കേട്ടോ, ശരീരത്തിന് ഒരു പരിധി കവിഞ്ഞാൽ മോശം തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും നമ്മളെ ആയുർവേദിക് ഫാർമാക്കോപ്പി ഓഫ് ഇന്ത്യയും ആയുഷ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഈ മേഖല നന്നായി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റിലും ഹാംഫുൾ ആയിട്ടുള്ള തോതിൽ ഇതൊന്നും ചേർക്കില്ല, പേടിക്കണ്ട. വളരെ മൈന്യൂട്ടായിട്ട് ഉൽപ്പന്നങ്ങൾ ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടന്റുകളാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ്, നിങ്ങൾ കഫ്നിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ലിവഗൈൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സോഡിയം ബെൻസോയേറ്റും ഒക്കെ ഇതിനകത്ത് കാണാം. അത് അമിതമായാൽ ദോഷകരമാണ്, ഒരു ലിമിറ്റിന് താഴെയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്ത സാധനം കൂടെയാണ്. അതുപോലെ ഇതിനകത്ത് ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത്രയും സാധനമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനം. അതായത് 13 കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തെ പറഞ്ഞിട്ടുണ്ട്, ഷുഗർ പേഷ്യന്റ് ആയ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഷുഗർ കൂടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫൂട്ട് അൾസർ. ഫൂട്ട് അൾസർ എന്ന് പറഞ്ഞാൽ കാലിന്റെ അസ്ഥിയിൽ നിന്ന് മാംസം അടർന്നു മാറിപ്പോവുക, അടർന്നു തൂങ്ങും. സ്വാഭാവികമായിട്ട് അസ്ഥിയും മാംസവും തമ്മിലുള്ള ബന്ധമില്ലാതെ പോകുന്ന സമയത്ത് സ്വാഭാവികമായും അത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ അസ്ഥിയും മാംസവും തമ്മിലുള്ള ഒരു നല്ല ബൈൻഡിങ് ഉണ്ടാകാൻ ഇത് സഹായിക്കും. എന്ന് വെച്ചാൽ ഷുഗറിനുള്ള മരുന്ന് ഇതാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഷുഗർ നിങ്ങൾ കുറക്കാൻ തന്നെയുള്ള പണി നോക്കുക. അതിന് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല സാധനമാണ് നമ്മളെ ഡയബാലേബ്.
ആ ഡയബാ ലൈഫ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതും കൂടെ ഉപയോഗിക്കുന്ന നല്ല ഗുണം ചെയ്യും. ഇനി അത്രയൊക്കെ പോട്ടെ, അതിന്റെ അത്രയൊന്നും പോട്ടെ. പൊതുവെ ഷുഗർ പേഷ്യന്റ് ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, സാറേ മാനശക്തിമാൻ എനിക്ക് ഉപയോഗിച്ചിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല. മാനശക്തിമാൻ ഉപയോഗിച്ച റിസൾട്ട് കിട്ടാത്തത് ഇവരുടെ നെർവിനെ റിക്കവർ ചെയ്യാൻ ഡയബാ ലൈഫിന് പറ്റില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നെർവിന്റെ അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥകളെ പെർഫെക്റ്റ് ആക്കാൻ ഡയബാ ലൈഫിന് പറ്റില്ല. അവരെ സംബന്ധിച്ചോളം നാഡീ ഞരമ്പുകൾക്ക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ സെക്ഷലി അവർ വീക്ക് ആവും. ആ സെക്ഷലി വീക്ക് ആകുന്ന ഒരു ബുദ്ധിമുട്ട് ഷുഗർ പേഷ്യന്റിനെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. ആ ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചോളം നാഡീ ഞരമ്പുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, അതിന്റെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി. അതുകൊണ്ട് ഞാൻ അവരെ എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റുള്ള ആളുകളെ സംബന്ധിച്ചോളം നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിന്റെ നാഡീ വ്യവസ്ഥകൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു മൊത്തത്തിലുള്ള എനർജി ലെവൽ കൂടും. നല്ല ശാരീരിക ക്ഷമത ഉണ്ടാക്കാൻ സഹായിക്കും. കാരണം ഇത് എല്ലാ ഭാഗത്തേക്കും വലിഞ്ഞു കെട്ടി വെച്ചൊരു സാധനമാണ്. നമ്മളെ നാട്ടിലെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ നങ്കൂസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എന്താണ് ചൂണ്ടക്കണ്ണി എന്നൊക്കെ പറയും. അതുപോലുള്ള കണ്ണികളാൽ വരിഞ്ഞു കെട്ടിവെച്ച നമ്മളെ ശരീരത്തെ അത് അയേണ്ട അടുത്തിൽ അയയും, ടൈറ്റാണ് എടുത്ത് ടൈറ്റാവും ഒക്കെ ചെയ്യണം. അങ്ങനെ ആ ലെവലിലേക്ക് നമ്മളെ ഞരമ്പുകളെ നല്ല പെർഫെക്റ്റ് ആക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? നെർവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കോമൺ യൂസ് പ്രൊഡക്റ്റ് ആണെന്ത്? ഈ പറയുന്ന നെർവ് എനർജി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതും കമ്പനി പ്രത്യേകം പറയുന്നതാണ്. നമ്മൾ ഇപ്പൊ ഇറങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾക്ക് കമ്പനി സ്ട്രിക്ട്ലി വാൺ ചെയ്തതുപോലെ തന്നെ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഡോസേജ് കൂട്ടാൻ പാടില്ല, പറഞ്ഞതിൽ കൂടുതൽ ഡോസേജ് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പറഞ്ഞതിൽ കൂടുതൽ ഡോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ഞാനെന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കണ്ട, നിങ്ങൾ ദോഷകരമായി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഇത് 101 ആണ്. രാവിലെയും രാത്രിയും ഓരോന്നാണ് ഇത് കഴിക്കേണ്ടത്. രാവിലെ 1, രാത്രി 1, അങ്ങനെ കഴിച്ചാൽ മതി. ഉച്ചയ്ക്കാനുള്ളതല്ല. എന്നാൽ 2 ആക്കട്ടെ എന്ന് വിചാരിക്കാനും പോണ്ട. ഇനി മറ്റൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ പൈൽസ് CC. ഇത് ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് പൈൽസ് ഒക്കെ അപൂർവമുള്ള ആളുകൾക്ക് മാത്രം വരുന്നതാണ്. എന്നാൽ ഇതിന്റെ പഠനങ്ങൾ പറയുന്നത് 50-50 50% ആളുകൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പൈൽസ് ഒക്കെ തുടക്കത്തിൽ അങ്ങനെ അറിയാതെ അങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകും. അപ്പോ സ്വാഭാവികമായി ഇത് കുറച്ച് കഴിയുന്ന സമയത്താണ്, ബുദ്ധിമുട്ട് കൂടി വരുന്ന സമയത്താണ്, രക്ഷയില്ലാന്ന് തോന്നുന്ന സമയത്താണ് ആളുകൾക്ക് ഡോക്ടറെ സമീപിക്കാനുള്ള ഒരു എന്താ പറയാ ത്വരയല്ല, ഒരു നിർബന്ധ ബുദ്ധി വരുന്നത് ആ സമയത്താണ്. എന്നാലും ആളുകൾക്ക് പിന്നെയും മടിയാ. കാരണം ഇത് ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എവിടെ കാണിച്ചു കൊടുക്കേണ്ടത്? കമന്ന് കിടന്ന് ബേക്ക് കാണിച്ചു കൊടുക്കണം. ആർക്കും ഇഷ്ടപ്പെടുവോ? സത്യം പറഞ്ഞാൽ ഇത് വരുന്ന ഉടനെ, അങ്ങനെ ഒരു സംശയം തോന്നിയ ഉടനെ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ്. ഈ പറഞ്ഞ ഫുൾ ആൻഡ് ഈസി സ്ഥിരമായിട്ടല്ല, ഫുൾ ആൻഡ് ഈസി ഒക്കെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം ഉപയോഗിച്ച് നല്ല ക്ലിയർ ആയി, പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ സമയത്ത് പിന്നെയും എന്തൊരു ബുദ്ധിമുട്ട്, അന്നേരം ഒരു 10 കഴിച്ചു, ഒഴിവായി. അങ്ങനെയൊക്കെ പോകുന്ന ഇത് വരാനുള്ള ചാൻസ് കുറവാ. ഇത് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം തന്നെയാണ്. നമ്മളൊക്കെ ഒന്ന് ഫാസ്റ്റ് ഫുഡിന് അഡിക്റ്റ് ആണ്. സ്ഥിരമായി ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഇത് ഗ്യാരണ്ടിയാ വന്നിരിക്കും. എസ്പെഷ്യലി ഇന്ന് എല്ലാ സ്ഥലത്തും കോമൺ ആയി കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ചിക്കൻ. ചിക്കൻ പല തരത്തിലാ. ചിക്കൻ കബാബ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, അങ്ങനെ ഒരുപാട് കാറ്റഗറി തിരിച്ച് ചിക്കൻ ഉണ്ട്. ശരിക്കും പൈൽസിന്റെ അല്ലെങ്കിൽ മലബന്ധത്തിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഒന്ന് ഇത് തന്നെയാണ്. ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന ശീല. ചിക്കൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൈൽസ് വരാനുള്ള ചാൻസ് 99%. അത്രയുണ്ട്. ചാൻസ് വളരെ കൂടുതലാണ് പറഞ്ഞത്. അപ്പോ ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങളാണ് നമുക്കൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? പൈൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പൈൽസ് വന്നു കഴിഞ്ഞാൽ, പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലദ്വാരം അവിടെ ഉണ്ടാകുന്ന പേശികൾ, അത് കുറെ മസിൽസ് ആണ്, കുറെ മസിൽസിന്റെ ഒരു അടുക്കുകളാണ്. നമ്മളെ
ഷോക്ക് ആബ്സറിന്റെ സൈഡിലൊക്കെ പിടിപ്പിക്കുന്ന ഒരു സാധനല്ലേ, അങ്ങനെ അങ്ങനെ മടക്കായിട്ടുള്ള, ഇതേപോലെ തന്നെ ചെറിയ മടക്കായിട്ടുള്ള ചെറിയൊരു പാർട്ടായിട്ട് ചുരുക്കി വെച്ചൊരു സാധനം. അത് വലിച്ചാൽ നല്ലോണം വലിയുകയും ചെയ്യും. കാരണം ഈ പറയുന്ന മലദ്വാരത്തിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആക്കി വെച്ചതിന്റെ കാരണം മലത്തിനെ തള്ളി പുറത്തേക്കാക്കാനുള്ള ഒരു മസിൽ സ്ട്രെങ്താ. ആ മസിൽ സ്ട്രെങ്ത് ഇല്ലാതാകുന്ന സമയത്ത് ഈ തള്ളൽ നിൽക്കും. സ്വാഭാവികമായി ശോധന നല്ല ക്ലിയർ ആയി കിട്ടില്ല. പകുതി അവിടെ തന്നെ കിടക്കും, നല്ല തള്ളലില്ലാത്തതുകൊണ്ട്. സ്വാഭാവികമായും അവിടെ അണുബാധ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ ചൊറിച്ചല് പൊട്ടലുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പിന്നീട് ഇതിന്റെ മസിൽ സ്ട്രെങ്ത് തീരെ കുറയുന്ന സമയത്ത് അയഞ്ഞു തൂങ്ങിയ മസിലാകുമ്പോൾ മലത്തോടൊപ്പം തന്നെ ഈ മസിലൂങ്ങ് പോരും പുറത്തേക്ക്. ഇത് തള്ളി അങ്ങോട്ട് കയറ്റില്ല ചിലയുള്ള പണി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ അവസാനം ചെയ്യുന്ന ഇപ്പോൾ ഒരു കെട്ടിട്ടിട്ട് മുറിച്ച് കളയുന്ന പരിപാടി. അതായത് കൂടുതൽ വന്ന സാധനം പുറത്തേക്കുള്ള ഒരു കെട്ടിട്ട് അവിടെ വെച്ച മുറിച്ച് കളയും. ബാക്കിയല്ലേ ഉണ്ടാവും, പിന്നെ അധികം തള്ളൂലല്ലോ. ഇത് നല്ല ചികിത്സ അല്ല. ശരീരത്തിന്റെ ഘടനയെ, സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുന്ന ഒരു സാധനമാണ്. ഒരിക്കലും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ളൊരു സർജറി ചെയ്യാതിരിക്കുകയും വേണം, എന്നാൽ ഇത് മാറുകയും വേണം. അതിനുള്ള ആദ്യത്തെ പ്രൊഡക്റ്റാണ് ആദ്യം പറഞ്ഞത്, ഫുൾ ആൻറ്റി സി. അത് കഴിക്കുക ഒന്ന്. അതും ഈ പറയുന്ന പൈൽസിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവസാനം പറഞ്ഞ ത്രിവൃത് പറഞ്ഞല്ലോ, ആ ത്രിവൃത് അതിന് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കി തരുന്ന സാധനമാണ് ഫുൾ ആൻറ്റി സിയിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന് നടന്നത് ഹിരാബോൾ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന നമ്മളെ കുന്തിരിക്കൊക്കെ പോലുള്ള സാധനം. ഹിരാബോൾ എക്സ്ട്രാക്ട് ഒരു തരം പശ. അപ്പോ മലയാളത്തിൽ അതിനെ എന്തോന്നും എനിക്ക് പറയാം, അതിന്റെ കൃത്യമായ മലയാളം എനിക്കറിയില്ല. അത് 135 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഹിരാബോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ആ മസിൽസിന്റെ ഭാഗത്തുണ്ടാകുന്ന പൊട്ടലൊക്കെ മാറാൻ, നമ്മൾ പൊട്ടൽ അവിടെ മാത്രമൊന്നുമല്ല, എവിടെയായാലും നമുക്ക് മുറിവിനൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ആന്റിസെപ്റ്റിക്കും ആന്റി ഇൻഫ്ലമേറ്ററിയും ആയിട്ടുള്ള ഒരു ഏജന്റാണ് മരമഞ്ഞൾ അല്ലെങ്കിൽ ദാരു ഹൽദി എന്ന് പറയുന്ന ഘടകം. അത് ഇതിനകത്ത് 35 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനുപയോഗിച്ചിട്ടുണ്ട് തൈ ഹെൽത്ത്, അതുപോലെ തന്നെ PCODക്കുള്ള ആ പ്രൊഡക്റ്റിന്റെ പേര് മറന്നു, ചില സമയത്ത് അങ്ങനെയാണ് ഞാൻ. പിന്നെ സൈക്ലോവ, ഈ പറയുന്ന പ്രൊഡക്റ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കഞ്ചനാര അല്ലെങ്കിൽ ചുവന്ന മന്ദാരം എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പൂവല്ല, അതിന്റെ സ്റ്റെമ്പും ബാർക്കും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 18 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നെല്ലിക്കയുണ്ട്, അതൊരു 15 മില്ലിഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ കടുക്ക ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, താനിക്ക ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിയുടെ മരത്തിന്റെ തൊലിയും കമ്പും ഒക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വേപ്പൊക്കെ വളരെ ചെറിയ അളവിലാണ്. അതേപോലെ തന്നെ നാഗകേസരം അടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതുവരെ പറയാത്ത കുറച്ച് കണ്ടന്റ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പർപ്പടക പുല്ലെന്ന് കേട്ടിട്ടില്ലേ? പർപ്പടക ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഗന്ധ തൈലം ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ അതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇതിനകത്തും ഒരു 10-14ഓളം കണ്ടന്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ നമ്മുടെ ദഹന പ്രക്രിയ ഉൾപ്പെടെ ക്ലിയർ ആക്കുകയും ഈ പറയുന്ന മലദ്വാരത്തിന്റെ അവിടെയുള്ള ആ പേശികളുടെ ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ്. അപ്പൊ സ്വാഭാവികമായി ഈ പേശി ബലം വർദ്ധിപ്പിക്കാനും അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്ന, അതേപോലെ തന്നെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു ഇന്നറിലേക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അകത്തേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് പൈൽസ് CC എന്ന് പറയുന്ന ഒരു ഘടകം. അതൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് പൈൽസ് CC എന്ന് വെച്ച് ഒരു കോമ്പിനേഷനാണത്. ഇത് മാത്രം ഉപയോഗിച്ചാൽ പോരാന്നാ പറഞ്ഞത്. ഇതിന് കൂടെ ഒരു ക്രീമും കൂടെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ആ പൈൽസ് CC ക്രീം എന്ന് പറയുന്നത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇത് മലദ്വാരത്തിനകത്തേക്ക് കയറ്റി അവിടെ മെല്ലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പേസ്റ്റ് ചെയ്യുക ബുദ്ധിമുട്ടാണ്, അത് കമ്പനിക്ക് അറിയാം. മലദ്വാരത്തിനകത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സ്വഭാവമുള്ള ആളുകൾക്ക്, ഇപ്പോഴുള്ള പൊതുവെ ആളുകളുടെ സ്വഭാവം ഉണ്ടല്ലോ,
നഖം നീട്ടി വളർത്തല്, അതും കൊണ്ട് അങ്ങോട്ട് പോയ വിവരം അറിയും, ഉള്ളതിൽ കൂടുതൽ മുറിയും. അത് ഒഴിവാക്കാൻ അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ആ ട്യൂബിനകത്ത് ഒരു ചെറിയ ഒരു ട്യൂബ് ഇതിന്റെ അറ്റത്ത് ചേർത്ത് വെക്കാൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നേരെ മലദ്വാരത്തിലേക്ക് കയറ്റി അങ്ങോട്ട് എന്ത് ചെയ്യുക, മെല്ലെ ചെറുങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് മലദ്വാരത്തിനകത്തേക്കും അത് എന്ത് ചെയ്യും, പറ്റി പിടിച്ചോളും. സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന ടൈറ്റ് ആയിട്ടുള്ള അവസ്ഥയെ മാറ്റി ഒരു ലൂസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റി തരും. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് ഉപയോഗിക്കണം. ആ പൈൽ CC ക്യാപ്സ്യൂള് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രാവിലെ 1 രാത്രി 1. രാവിലെ 1 രാത്രി 1. ഞാൻ പറഞ്ഞു തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെ ഈ പൈൽസൊക്കെ തുടങ്ങിയ സമയത്ത് ആരോടും പറഞ്ഞിട്ടൊന്നുണ്ടാവില്ല, വീട്ടിലും പറഞ്ഞിട്ടുണ്ടാവില്ല. തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഭാര്യയോട് പറയും, എടി രക്ഷയില്ല, ഇത് കാണിക്കണം എന്നാ തോന്നുന്നത്. അപ്പോഴേ അവരോടും പറയുള്ളൂ. അപ്പൊ അങ്ങനെ സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന പൈൽസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പൈൽസിനെ മാറ്റാൻ ഇത് ചെറിയ അളവിൽ തുടങ്ങിയ ഉടനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയം, ഒരു ബുദ്ധിമുട്ട് സഹിക്കാനായ സമയത്താണ് പറഞ്ഞത്, വലിയ കേസ് അല്ലതാനും. എന്നാ ഇത് പൊട്ടി രക്തമൊക്കെ ഒഴുകി അന്ന് ഓഫീസിലേ പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരുന്ന ഒരു സമയമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത് ഇതിന് ID പോയി കേട്ടോ. ഞാൻ അയാളോട് പറഞ്ഞ ID നിലനിർത്താൻ, എന്നോട് ഞാൻ അനങ്ങാണ്ടിരിക്കഞ്ഞ് ഇവിടെ മനുഷ്യൻ നിൽക്കാനിരിക്കാനും പറ്റാണ്ടുള്ളത്, എന്തെന്നാ ചെയ്യുന്നത് എനിക്കതില്ല, വേദനയല്ല, പോച്ചലുമല്ല, എന്തൊക്കെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാഴ്ച പട്ടിണി അയങ്ങായി, ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാളോട് പറഞ്ഞ സമയത്ത് അയാൾ ID പുതുക്കിയില്ല. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങി ഉപയോഗിക്കുക, എന്നിട്ട് അത് വാങ്ങണ പൈസ ഉണ്ടേ. അത്രയും കടുപ്പത്ത് കളിക്കുന്ന ഒരാള് നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് രാവിലെ 2 വൈകുന്നേരം 2 കഴിച്ചോ പ്രശ്നമല്ല. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ വരാനുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് രാവിലെ 2 രാത്രി 2. അല്ലാത്തൊരാൾക്ക് സാധാരണ പൈൽസിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തൊക്കെയോ ചെറിയൊരു അസ്വസ്ഥതകളുണ്ട്, ഒന്ന് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ 1 രാത്രി കഴിച്ചാൽ മതി. ഇത് കോംപ്ലിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ രാവിലെ 2 രാത്രി 2. എനിക്ക് ഇതിനകത്തൊരു അത്ഭുതം എന്ന് പറയുന്നത്, അത്ഭുതമല്ല, ഇതിനകത്ത് ഒരു എന്താ പറയാ, വല്ലാത്ത ഒരു ഇത് തോന്നിയത്, ഈ സാധനം ഗ്യാരണ്ടീഡ് റിസൾട്ടാണ്. നമ്മളൊക്കെ ചില കാര്യത്തിനൊക്കെ പറയും, സാർ ഇത് കഴിച്ചു നോക്ക്, ഇനി ഇല്ല ഡോക്ടറെ കണ്ടോന്ന് പറയും. ഇതങ്ങനെ പറയേണ്ട ഒരു ആവശ്യം വരില്ല. ഏത് കാറ്റഗറിക്കും കൊടുക്കാന്ന് ഗ്യാരണ്ടി പറഞ്ഞ കമ്പനി തരുന്നത് മൈൽഡ് ആൻഡ് സിവിയർ. മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ പറയും, നിങ്ങളൊരു 10 mm മുകളിലോട്ടുള്ള കിഡ്നി സ്റ്റോൺ ആണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട, അത് ഡോക്ടർക്ക് റെഫർ ചെയ്യുന്ന പറയാറുണ്ട് കമ്പനി. എന്നാൽ ഇവിടെ അങ്ങനെ അല്ല പറയുന്നത്. മൈൽഡ് ആൻഡ് സിവിയർ ഏത് കേസായാലും മാറ്റാന്ന്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെർബുകൾ ഇതിനകത്തുണ്ട്, അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അതായത് രാവിലെയും രാത്രിയും പൈൽസിസ് കഴിക്കാനുള്ള ഇടവരുത്താതെ അതിന്റെ മുമ്പേ ഈ പറയുന്ന എല്ലാ ആളുകളും എന്ത് ഉപയോഗിച്ചോളണം, ഫുൾ ആൻഡ് ഈസി. ഞാനിത് ഉപയോഗിക്കാൻ നോക്കിയിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞ്, ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കണ്ട, കാരണം അല്ലാതെ തന്നെ കാക്കൂസ് തന്നെ ആണല്ലോ എന്ന് പറയാ. ഞാൻ രാവിലെയും രാത്രിയും 2 വരെ എനിക്ക് പോയേ പറ്റൂ, എന്റെ സ്വഭാവം അങ്ങനെയാ. അപ്പൊ എന്നോട് ഇതും കൂടി ആയിട്ട് എവിടെ പോക്കുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ ഉപയോഗിക്കണ്ടെന്ന്. എന്നാലും ഞാൻ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് ഉപയോഗിക്കാൻ. നോക്കണല്ലോ ഇതെന്താ സാധനം എന്ന്. പൈൽസിസ് ഉള്ളവർ ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഇല്ലാത്തവന് വെറുതെ ഉപയോഗിച്ച് നോക്കണ്ടല്ലോ. സാധാരണ ഒരുവിധ സാധനമൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കും. വുമൺ കമ്പൈൻ അടക്കം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാ. സൈക്കിളോ വൈഫിന് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം അത് ക്യാപ്സൂൾ ആയിട്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അറിയാനില്ലല്ലോ, അതിന്റെ അറിഞ്ഞാൽ മതി. ഒരുവിധം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഫുൾ ആൻഡ് ഈസി എനിക്കൊന്ന് ഉപയോഗിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അതുകൂടാതെ നെർവ് എനർജി 100% ഞാൻ ഉപയോഗിച്ചിരിക്കും. അത് വന്നു പോയി, അങ്ങനെയായി പോയി. ഞാൻ എൻ്റെ ഒരു സ്വഭാവം, ഈ സാധനം സൈറ്റിൽ നമ്മൾ ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൂടെ കിട്ടാൻ തുടങ്ങി എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ സ്റ്റോറിൽ എത്തുമ്പോൾ അവിടെ കിട്ടും. അങ്ങനെ കിട്ടാൻ തുടങ്ങിയ സ്പോട്ടിൽ ഞാൻ ഓർഡർ ചെയ്യും, എനിക്ക് സാധനം കിട്ടും. നമ്മളെല്ലാ പ്രൊഡക്റ്റിന്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ ആദ്യം എപ്പോൾ നോക്കും, ഇന്ത്യ ഷോപ്പിൽ കൂടി പർച്ചേസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, ഇടയ്ക്ക് ഞാൻ അതിൽ കൂടെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ പ്രൊഡക്റ്റ് അവിടെ ആയോ,
അവിടെ ആ സ്പോട്ടിൽ ഞാൻ ഓർഡർ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 2 ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ ഈ ട്രെയിനിങ് ഒന്നും എടുക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ അതുമായി പോയി. നമ്മുടെ ടീമല്ലേ, സാറേ വേണമെന്ന് പറഞ്ഞ് അത് 2 പോയി. എനിക്ക് തൊടാൻ പറ്റിയില്ല, ശരിക്കും തൊടാൻ കിട്ടിയില്ല എന്നറിയാം. കൈ കൊണ്ടൊന്ന് വന്ന് പോയി എന്ന് പറഞ്ഞ കണ്ടീഷൻ പോയി. ഇതിനെപ്പറ്റി നല്ല മനസ്സിലാക്കി കൂടെ ചെയ്താലുള്ള സ്ഥിതി എന്താ? അപ്പോ നെർവ് എനർജിയും ഫുൾ ആൻഡ് യൂസും ഞാൻ എന്തായാലും ഉപയോഗിക്കും. പൈൽസിസ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല, കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന 4 സാധനം ഉപയോഗിക്കണം ഞാൻ പറയാം. പൈൽസിന്റെ കോംപ്ലിക്കേഷൻ അനുഭവിക്കുന്ന ആളുകൾ ഈ 4 സാധനം ഉപയോഗിച്ചോളണം. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായി ആയുർവേദത്തിൽ പറയുന്നത് നല്ല ശോധനയാണ് നല്ല ആരോഗ്യം എന്നാ. കാരണം ചെറുകുടലിന്റെ സെൻസിങ് കപ്പാസിറ്റി മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. തലച്ചോറിന്റെ വരുന്ന ആ സെല്ലുകളുണ്ടല്ലോ, ആ സെല്ലുകളുടെ അതേ ഘടന വരുന്ന സെല്ലുകളാണ് ചെറുകുടലിന്റെ സെല്ലുകളും. അതിന് വിവേചനാധികാരമൊന്നുമില്ല. തലച്ചോറ് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ അതിന്റെ അതേ കാറ്റഗറിയുള്ള കോശങ്ങളാണ് കുടലിന്റെ നിർമ്മാണത്തിനും ദൈവം തെരഞ്ഞെടുത്തത്. അപ്പോ ശരീരത്തിന്റെ ആരോഗ്യം നിൽക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലാണ്, കുടലിലാണ്. അപ്പോ കുടലിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയത്തിന് ഒരൊറ്റ ഒഴുക്കൊഴി അങ്ങനെ ചെറോ പോകുന്നതല്ല. അതിന്റെ ഒരു കണ്ടീഷൻ, അത് ബ്രേക്ക് ചെയ്ത് മാത്രമേ പോവുള്ളൂ. ആമാശയത്തിലെത്തിയ എല്ലാ സാധനത്തിനെയും അരച്ച് കലക്കി അത് ഒരു ചെറിയ പാർട്ടായിട്ട് നമ്മൾ എന്താ പറയുക, കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്നില്ലേ? കുഞ്ഞിപ്പത്തൽ നമ്മള് നോമ്പിന്റെ സമയമൊക്കെ നോമ്പ് തുറക്ക കുഞ്ഞിപ്പത്തൽ ഉണ്ടാവും, എനിക്കറിയാം. കുഞ്ഞിപ്പത്തൽ ഓരോന്ന് ഉരുട്ടിയിടും പോലെ ഇത് ആമാശയത്ത് കുറച്ച് പാർട്ടായിട്ട് ചെറിയ ഇടവേളകളിൽ വിട്ട് നല്ലോണം അരഞ്ഞത് കുറച്ച് അങ്ങോട്ട് കൊടുത്ത് ബാക്കി അരച്ചുകൊണ്ട് നിൽക്കും. ആമാശയത്തിന്റെ പണി അതാ. ആ വന്ന സാധനത്തിനെ ബോൾ മൂവ്മെന്റ്, അതായത് ബോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറുകുടലിന്റെ ഒരു പ്രത്യേകത. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുള്ള റോഡ് പോലെയാ, ഇങ്ങനെ ഉയർന്നതാണ് ഉണ്ടാവും. അതിനിടക്ക് കൊടുത്തിട്ട് പിന്നെയിട്ട് ഒരച്ചൊരച്ചേ പോവുള്ളൂ. ആ പോകുന്ന പാർട്ടും ഓരോ പാർട്ടുകളായിട്ടാ പോവുക. ഇത് പോകാൻ നന്നായി സഹായിക്കണമെങ്കിൽ ആ ബോൾ മൂവ്മെന്റ്, അതായത് നമ്മൾ അതുകൊണ്ട് അങ്ങനെ ബോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബോൾ പോലെ ഉണ്ടാവും. കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കും പോലെ ചെറിയ പാർട്ടായിട്ട് അങ്ങനെ തള്ളി പോവുക ചെയ്യാം. ആ പോകുന്ന വഴിക്കൊക്കെ അതിന്റെ ആഗിരണവും പോഷകങ്ങളുടെ ആഗിരണവും ഒക്കെ നടന്നു പോകണം. ആ ബോൾ മൂവ്മെന്റ് കൃത്യമായി നടത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ആൻഡ് ഈസിയിൽ പറഞ്ഞ ത്രിവൃത് എന്ന് പറയുന്ന ഒരു ഘടകവും അതുപോലെ ഇസ്വാഗുള എന്ന് പറയുന്ന ഘടകവും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം അത് തന്നെയാണ്, ബോൾ മൂവ്മെന്റ് പെർഫെക്റ്റ് ആക്കുക. അപ്പൊ നന്നായിട്ട് ബോൾ മൂവ്മെന്റ് പെർഫെക്റ്റ് ആയി വരുന്ന സമയത്ത് ദഹന പ്രക്രിയ വളരെ പെർഫെക്റ്റ് ആവും. ദഹന പ്രക്രിയ മീൻസ് അരച്ച് പുറത്ത് കളയൽ മാത്രമല്ല, അതിനകത്തുള്ള പോഷകങ്ങൾ ശരീരത്തിൽ ആഗിരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിൽ ഉണ്ടാക്കി തരുത്താം. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ ആളുകളും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഫുൾ ആൻഡ് ഈസി. ശോധന ഉണ്ടെങ്കിലും നിങ്ങൾ കഴിച്ചോ, അത് നല്ലതാ. ഒന്നുമില്ലെങ്കിൽ നല്ല ശോധനയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കുറെ ഗുണങ്ങൾ കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ. പൈൽസ് വരാതിരിക്കാൻ ഈ പറഞ്ഞ നിഷോത്ത് സഹായിക്കും, പൊണ്ണത്തടി ഇല്ലാതാക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, ശോധനയൊക്കെ ക്ലിയർ ആണ്. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ട്. കൃമി പോകാൻ എന്താ പണി? അതിനുള്ള സാധനമാണ്. കൃമിശല്യത്തെ വിരശല്യത്തെ ഒഴിവാക്കും. ഇനി ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും. അങ്ങനെ കുറെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ ആധികാരികമായി സംസാരിക്കാറുണ്ടെങ്കിലും ഇത് നിങ്ങൾ ഒരാളോടും പോയിട്ട് പറയണ്ട, ഇത്ര ആധികാരികമായിട്ടൊന്നും പറയണ്ട. എന്ത് പറഞ്ഞാൽ മതി, സാറിന് ദഹന പ്രശ്നം ഉണ്ടോ, ശോധന ഓർമ്മ, നല്ല സാധനം സാറേ, ഫുൾ ആൻഡ് ഈസി. അതിന്റെ പേര് കണ്ടില്ലേ, ഫുൾ ആൻഡ് ഈസി. നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് അങ്ങ് പോകും. അത് പറഞ്ഞാൽ മതി. അപ്പൊ ചില ആൾ അറിയും, എടാ എനിക്ക് ശ്വാസം മുട്ടുണ്ട്, അപ്പൊ ഇത് കഴിക്കാവോ? സാറേ അതിനും കൂടെ ഉള്ള സാധനം, അത് കഴിച്ചോ. ശ്വാസം മുട്ടലാക്കുക, അതിന്റെ ഗുണം കൂടെ കിട്ടും. നിങ്ങൾ വാങ്ങി കഴിക്കുക, എന്നിട്ട് പറ. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, അതിലപ്പുറത്തെ പറയാൻ പോണ്ട. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കമ്പനി എന്തെങ്കിലും സാധനം ഇട്ട് തരുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ നിരീക്ഷണവും കഴിഞ്ഞ് ഇതിന്റെ ഇന്ന് ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെല്ലാം പറഞ്ഞത്, ലോകത്തിലെ തന്നെ ആയുർവേദ ആചാര്യന്മാരുടെ പട്ടികയെടുത്ത 1-ാം സ്ഥാനത്തേക്ക് ഡോക്ടർ DB അനന്തനാരായണനാണ് ഈ സാധനം കൈ തന്നത്. സംശയിക്കേണ്ട, ഒരു സംശയം വേണ്ട. ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഒരാളില്ല തരാൻ.
ആയുർവേദത്തിലെ ഏറ്റവും നല്ല ചേരുവകൾ ചേർത്ത നമുക്ക് തരുന്നത്. അപ്പോ തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട. ഇനി നമ്മളെ സംബന്ധിച്ചോളം കച്ചവടം മുഴുവൻ നമ്മളെ കയ്യിലേക്ക് വരാൻ പോവുക. എല്ലാ ബിസിനസ് നമ്മളെ കയ്യിലേക്ക് വരാൻ പോവുക. കാരണം ഏതൊരു വ്യക്തിയും ഒരു പ്രശ്നം പറയുന്നുണ്ട്, സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാ ഉമർ സാദ് പറഞ്ഞത്, ഡോക്ടർ ഇപ്പൊ ഞാൻ ഡോക്ടറെ പണിയെ എടുക്കുന്നത്, ഡോക്ടറെക്കാൾ നല്ല പണിയാണ് എടുക്കുന്നത്, ഇപ്പൊ ഒരു ഡോക്ടർ ആയിന്ന്. മൂപ്പർ പറഞ്ഞത് ആദ്യം അസുഖത്തിന് പോയി ഇപ്പം ഡോക്ടറായി എന്ന് പറഞ്ഞില്ലേ. ആദ്യം രോഗിയായി പോയി ഇപ്പം ഡോക്ടറായി എന്ന് ഏതൊരു സ്ഥലത്ത് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ഡോക്ടർ അല്ലെങ്കിലും ഒരു ഡോക്ടറെക്കാൾ കൂടുതൽ നല്ല ധർമ്മം ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ആ ധർമ്മം നന്നായി ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റുകളെ ഉപയോഗിക്കാനും നല്ല റിസൾട്ട് ആളുകൾക്ക് അനുഭവത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മലയാളം.